ഹലോ, വീഡിയോ കണ്ടല്ലോ അല്ലേ ആന്റി? ആന്റി ഒന്നും മിണ്ടിയില്ലെങ്കിലും ബ്ലൂടിക്ക് കണ്ടപ്പോ ആന്റി മെസ്സേജ് കണ്ടോന്ന് എനിക്ക് മനസ്സിലായി. ആശുപത്രിയിൽ നിന്ന് വ്യാജ റിപ്പോർട്ട് സംഘടിപ്പിക്കുന്നവളാ സുസ്മിത എന്നാണല്ലോ നിങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. ഇനി ഇതും ഗ്രാഫിക്സും തേങ്ങാക്കൊലയൊക്കെ ആണെന്ന് പറഞ്ഞ് വന്നേക്കരുത്. ശാലിനിയെ കാണരുത്, സംസാരിക്കരുതെന്നൊക്കെ ആന്റി പറഞ്ഞാലും വിഷ്ണുവേട്ടൻ അതൊന്നും അനുസരിക്കാൻ പോകുന്നില്ല. ആന്റി വെറുതെ ആന്റിയുടെ വായിലെ വെള്ളം വറ്റിക്കാന്ന് മാത്രം. സത്യഭാമയുടെ കല്ല് പിളർക്കുന്ന കൽപ്പന മാങ്ങ. ആന്റി എന്നെ തല്ലുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുമെങ്കിലും ഞാനിതൊക്കെ അന്വേഷിക്കുന്നതേ ആന്റിയോട് ഒരു ഇത്തിരിയെങ്കിലും ആത്മാർത്ഥതയുള്ളോണ്ടാ. ഈ സേടി പണിക്ക് എനിക്ക് ശമ്പളമൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഓർമ്മ വേണം. ഇപ്പൊ നേരിട്ട് ചെന്നാ മതി, കള്ളനെ കയ്യോടെ പിടിക്കാം. എന്നിട്ട് ആന്റിയുടെ വാക്ക് ധിക്കരിച്ചവരുടെ കവിളടിച്ചു പൊട്ടിക്കാൻറ്റി. കൈക്കെല്ലുണ്ടെങ്കിലേ അതാ ചെയ്യണ്ടേ, അല്ലാതെ പാവം സുസ്മിതയുടെ മുതുകത്ത് കയറുകയല്ല. അങ്ങോട്ട് തന്നെയടി ഞാൻ പോകുന്നത്, ശാരദാമ്മയുടെ വീട്ടിലേക്ക്. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ? ആ ശരി ആന്റി, എന്നാ ഞാനൊന്ന് കാണട്ടെ. ഇനി നടക്കേണ്ടതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ. കൊട്ടും ബഹളം കൊണ്ട് ചെവിക്കരണം പൊളിഞ്ഞു. ഓ അങ്ങനെ പറയുന്നത് പരിപാടിയുടെ കാര്യക്രമങ്ങളുടെ പകുതി പോലും ആയിട്ടില്ല. എന്തോ വിഷ്ണുട്ടാ, അതല്ലടാ മാല. മാല വിഷ്ണുട്ടാ എന്താ? ശാലിനി വിഷ്ണു IASനുള്ള ആദ്യത്തെ സ്വീകരണം. വിഷ്ണുട്ടാ, എനിക്ക് വിഷ്ണുട്ടാ പറയുന്ന കേക്ക് താഴെ നിർത്ത്. വിഷ്ണുട്ടാ താഴെ നിർത്ത്. വിഷ്ണുട്ടത് സത്യമാ. വിഷ്ണുട്ടത് താഴെ ഇറക്ക്. വിഷ്ണുട്ടത് സത്യമാ.
കൂടെ കൂടെ നിലാവേ ആർക്കും അർമാദം ആർക്കും ഉല്ലാസം കളിക്ക് ആർക്കും അന്മാദം അവധി അവധി പാത്തുള്ള ആർക്കും ആഘോഷം അമ്മജീനെ എവിടെയോ സത്യമേ പോലെ ഉണ്ടല്ലോ. ആനന്ദം സത്യമേ പോലെ ഉണ്ടല്ലോ. സത്യമേട ആരാ? സത്യമേടാ നിനക്ക് അറിഞ്ഞേ പറ്റുള്ളൂ അല്ലേ? സത്യമേട കുഞ്ഞമ്മ വാടാ മോടെ ഇങ്ങോട്ട് നടക്കട. എന്താടാ ഇവിടെ? ആരുടെ 16 അടിയന്തരാടാ ഇവിടെ കൊട്ടിപ്പാടി ആഘോഷിക്കുന്നേ? മറുപടി പറയടാ. കമലിന് കുഞ്ഞുണ്ടായി അതിന്റെ ആഘോഷ അല്ലേ? കുഞ്ഞുണ്ടാവാൻ ഇവനെ എപ്പോഴാണ് കല്യാണം കഴിച്ചത്? അത് പിന്നെ കല്യാണം കഴിക്കാതെയാണ് കുഞ്ഞുണ്ടായിരുന്നത്. സത്യം അമ്മോട് പറയടാ. അയ്യോ സത്യം സത്യമേ കുഞ്ഞുണ്ടാകാതെ ഞാൻ കല്യാണം കഴിച്ചു. അയ്യോ അങ്ങനല്ല, അത് കുഞ്ഞുണ്ടായി പിന്നെ ഞാൻ കല്യാണം കഴിച്ച. അതെ ആശാൻ എങ്ങനെ പറഞ്ഞ അങ്ങനത്തല്ലേ? കമലിന് കുഞ്ഞുണ്ടായതിന് എന്തിനാണ് ഇവളെ മാല എണീച്ചിരിക്കുന്നത്? അത് അതിന് അതെന്താ വെച്ചാ എനിക്ക് വേണ്ട. അതിന് കമലിനൊരു അടിയന്തരം അല്ലല്ലോ വഴിപാട് വഴിപാട് എന്താന്ന് വെച്ചാ നീ കുഞ്ഞുണ്ടാവുമ്പോ ഏട്ടത്തിയമ്മ ആരടിച്ചവാന്ന്. അതിന് ഇവൾ ആരാടാ? ചോറ്റാനിക്കറി അമ്മയോ? കുഞ്ഞുണ്ടാവുമ്പോ ഉരുളി കമിഴ്ത്താനായിട്ട്. സ്വന്തമായ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാതെ പെൺവേഷം കെട്ടി നടക്കുന്ന ഒരു ജന്തു. അമ്മ അതങ്ങനെയല്ല. ഞാൻ നീ കുടിച്ചിട്ടുണ്ടോടാ? മാറിക്കടാ. നിങ്ങളുടെ അമ്മ എന്തിയേ? അമ്മ പുറത്തേക്ക് പോയി കുറുപ്പ് സാറിനെ കാണാൻ. അവരോട് എനിക്കൊന്ന് ചോദിക്കണമായിരുന്നു. മക്കളെ അഴിച്ചു വിട്ടിട്ട് പോയതാണോ അതോ അവരില്ലാത്ത സമയത്ത് മക്കൾ അഴിഞ്ഞു നടക്കുന്നതാണോന്ന്. അല്ല ഇതാരത്? സത്യമായി CCTV ഈ വീട്ടിലേക്കാണ് ഓർഡർ ചെയ്തത്. ഈ വീട്ടിലേക്ക് തന്നെ. ആ ഇവിടെ ആര് വന്നാലും പോയാലും എനിക്കത് അറിയാൻ സാധിക്കണം. ആ രീതി വേണം ഫിറ്റ് ചെയ്യാൻ. ആ ശരി സത്യമേ. ഇത്
സീസി അയ്യേ ഇത് എന്റെ കൊച്ചുമകളെ ഗർഭം ധരിച്ചിരിക്കുന്ന പെൺകുട്ടി താമസിക്കുന്ന വീടാ ഇത്. ഇവിടെ വരുന്നവരും പോകുന്നവരൊക്കെ കയറി നിറങ്ങാനേ ഞാൻ സമ്മതിക്കില്ല. ആ അപ്പൊ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? നിർത്തടാ, അതൊക്കെ പോയിട്ട് ഒത്തിരി നാളായടാ. നിന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഒന്നും നടക്കില്ലെന്ന് വന്നപ്പോഴേ ആവശ്യമില്ലാത്ത ശീലങ്ങളും പഠിപ്പിച്ചു. അയ്യേ അത് അങ്ങനെ മിണ്ടരുത് നീ, മിണ്ടരുത്. എന്തിനാണ് നിൽക്കാടെ എല്ലാരും? ഇറങ്ങി പോടാ, പോകാൻ. ഡാ, നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയണോ? ചെവി പിടിച്ച് തൂക്കിയാൽ വല്ലോടത്തോടെ അറിയും. ഡാ, നിന്നോടല്ലേ ഞാൻ പോവാൻ പറഞ്ഞത്? പോടാ, പോടാ. ഫിറ്റ് ചെയ്ത് സത്യാമ്മേ. അത് സത്യാമ്മയുടെ മൊബൈലായിട്ട് കണക്ട് ചെയ്താൽ ഇവിടെയുള്ള എല്ലാ വിഷ്വൽസും മൊബൈലിൽ കാണാം. ശരി, പ്രസാദ് പോയിക്കോളൂ. പേയ്മെന്റ് ഞാൻ അയച്ചുതരാം. ആ ബില്ലൊന്ന് അയച്ചിരുന്നാൽ മതി. ഓക്കെ ഓക്കെ. ശരി സത്യാമ്മേ. നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്. അല്ല അതമ്മ അതിന്റെ വിഷ്ണു, നിനക്ക് എന്നോട് തരുമ്പെങ്കിലും ആദരവോ ബഹുമാനമോ ഉണ്ടെങ്കിൽ ഇപ്പോ ഈ നിമിഷം നീ പുറത്തു പോണം. പോടാ. ഡാ, പോകാൻ.
വാതിലടച്ച എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? നിറ വയറുമായിട്ടൊരു പെൺകുട്ടി പുറത്തു നിൽപ്പുണ്ട്. അവളുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി. അത് നിന്റെ കൂടെപ്പിറപ്പാണെന്നും അവള് ജീവിക്കേണ്ടത് സത്യഭാമയുടെ വീട്ടിലാണെന്നും നീ മറന്നു തോന്നുന്നു. സത്യമേ, ഇപ്പൊ ഞാൻ എന്റെ ഈ കൺമുമ്പിൽ കണ്ടതിനെല്ലാം എന്ത് വിശദീകരണമാണ് നിനക്ക് തരാനുള്ളത്? സത്യമേ, ഞാൻ പറഞ്ഞിട്ടല്ല വിഷ്ണുവേട്ടൻ വന്നത്. നിന്റെ പോകരുത് നീ. മിണ്ടിപ്പോകരുത്. അവിടുത്തെ കള്ളേ പറയും. വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കള്ളം പറഞ്ഞവർക്ക് എന്ത് പറയാലോ? ഇങ്ങനത്തെ കള്ളം പറഞ്ഞ് വലിയ വീടുകളിൽ നിന്ന് പണം തട്ടുന്ന ചില സ്ത്രീകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഹോ, ഇപ്പൊ നേരിട്ട് കണ്ടു. എന്റെ മകൻ ചവിട്ടിയത് ചെളിയിലാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകി. ആ ചെളിയും ചവിട്ടി കുറച്ചുനാൾ നടന്നു ഈ സത്യഭാമ. ഇനി അതെടുത്ത് തലേ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സത്യഭാമ. സത്യമേ, ഞാൻ എന്താ ചെയ്യണ്ടേ? സത്യമ പറ. ഞാൻ പറഞ്ഞാലും നീ അത് ചെയ്യില്ലടി. നിന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കാണരുതെന്ന് പറയുന്നതേ നീ കാണൂ, കേൾക്കരുതെന്ന് പറയുന്നതേ നീ കേൾക്കൂ, ചെയ്യരുതെന്ന് പറയുന്നത് മാത്രം ചെയ്യും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു നിർത്തുന്ന നിമിഷം എന്നെ എങ്ങനെ കബളിപ്പിക്കണമെന്ന് ആലോചിച്ചു തുടങ്ങും നീ. പക്ഷെ ഇത്തവണ ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും നിനക്ക്. നിന്നെ കൊണ്ട് അനുസരിപ്പിക്കും ഞാൻ. നീ വിചാരിക്കും നിന്റെ തലയ്ക്ക് മുകളിൽ ഒരു ക്യാമറ വെച്ചതിന്റെ ആത്മവിശ്വാസത്തിലാ ഞാൻ പറയുന്നതെന്ന്. അതൊക്കെ വെട്ടിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. കളക്ടർ പരീക്ഷയൊക്കെ പാസ്സായ കേമിയല്ലേ നീ? അതെ, എന്റെ മകന് മാത്രമുള്ളൊരു മുന്നറിയിപ്പാ. നിന്റെ കാലിൽ ഞാനിടാൻ പോകുന്നത് അദൃശ്യമായിട്ടുള്ള ഒരു ചങ്ങലയാണ്. ശ്യാമി ഇവിടെ ഞാൻ പ്രസവത്തിനെ കൊണ്ടുവന്നാക്കിയതെന്ന് നിനക്കറിയാലോ. അവളെ തിരിച്ചു വിളിച്ചോണ്ട് പോകാൻ ഞാൻ ചിലപ്പോ വന്നില്ലാന്നും വരും. മനസ്സിലായില്ലേ? ഒക്കത്തൊരു കുഞ്ഞുമായി അനിയത്തി ഇവിടെ നിന്നു പോകൂന്ന്. എന്റെ 2 മക്കൾക്കും ശാരദാമ്മയുടെ മക്കളുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു കളയും. അവരാണുങ്ങളാ. ബന്ധം വേർപ്പെടുത്തി വേറെ കല്യാണം കഴിപ്പിക്കും ഞാൻ. പക്ഷേ നീയും നിന്റെ അനിയത്തിയും ജീവിതാവസാനം വരെ ഈ 4 ചുവരുകൾക്കുള്ളിൽ കിടന്ന് നരകിക്കും. എന്റെ മകന്റെ ജീവിതമേ എറിഞ്ഞുടച്ചവളാ നീ. അതിനുള്ള ശിക്ഷ നിനക്കെന്തായാലും ഉണ്ട്. കൂട്ടിന് അനിയത്തി കൂടി വേണോന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാൻ. സത്യമ്മ പറയുന്നത് എന്തായാലും അത് അക്ഷരം പ്രതി അനുസരിച്ചോളാം ഞാൻ. പറഞ്ഞല്ലോ ഞാൻ, നീ അനുസരിക്കും. നിന്നെ കൊണ്ട് ഞാൻ അനുസരിപ്പിക്കും. വിഷ്ണുവിനെ മേലിൽ കാണാനോ സംസാരിക്കാനോ പാടില്ല നീ, ജീവിതാവസാനം വരെ. സത്യമേ.